വാളെടുത്തവൻ വാളാലെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. സത്യത്തിൽ അതാണിപ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇന്ത്യക്കെതിരെ ഭീകരത അഴിച്ചുവിട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യം ഇല്ലാതെയാക്കപ്പെടുന്ന അവസ്ഥ. ഇന്ത്യ ട്രില്യൺ എക്കോണമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിൽ അസ്ഥിരതയും അശാന്തിയും നടമാടുന്നു. എന്തായാലും ഇന്ത്യ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകരാജ്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും നടക്കുന്ന നീക്കങ്ങൾ. എന്താണ് സത്യത്തിൽ അവിടെ നടക്കുന്നത് എന്നതിലേക്ക് വരാം. രണ്ടും സുന്നി രാഷ്ട്രങ്ങൾ തന്നെയാണെന്ന് അറിയാമല്ലോ. പിന്നെ തമ്മിലടിക്കുന്നത് എന്തിനെന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും. അതിലേക്ക് തന്നെയാണ് വരുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ രാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതാണ് ഡ്യൂറൻ ലൈൻ. പാമീർ പീഠഭൂമി മുതൽ ഇറാൻ വരെ നീളുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയ്ക്കുള്ള 2640 കിലോമീറ്റർ നീളമുള്ള അതിർത്തി, അതിനെയാണ് ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത്. ഇത് എന്നും വലിയ പ്രശ്നബാധിത മേഖല തന്നെ. ഇന്ത്യൻ സിവിൽ സർവീസിലെ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായിരുന്ന ഹെൻറി മോർട്ടിമർ ഡ്യൂറന്റും അഫ്ഗാനിസ്ഥാൻ അമീർ അബ്ദുൾ റഹ്മാൻ ഖാനും ചേർന്ന് അഫ്ഗാനിസ്ഥാൻ എമിറേറ്റും ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യവും ഒക്കെ ചേർന്ന് അന്താരാഷ്ട്ര അതിർത്തിയായ ഡ്യൂറൻ ലൈൻ 1893 സ്ഥാപിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സ്ഥാപനവും അഫ്ഗാൻ രാജ്യവും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഇത് അന്നത്തെ ഇന്ത്യ അഫ്ഗാൻ അതിർത്തിയായി അറിയപ്പെടുന്നു. പിന്നീടാണ് പാകിസ്ഥാൻ നിലവിൽ വരുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയായി മാറുന്നു. പ്രശ്നങ്ങളുടെ തുടക്കവുമൊക്കെ ഇവിടെ നിന്ന് തന്നെ. ഈ പ്രദേശങ്ങളിലെ വംശീയ വിഭാഗങ്ങളെയൊക്കെ മുൻനിർത്തി ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. അതായത് അഫ്ഗാനിസ്ഥാന്റെ തെക്ക് ഭാഗത്തും പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലും താമസിക്കുന്ന ജനവിഭാഗമാണ് പഷ്തൂണുകൾ. അഫ്ഗാൻ വംശജർ എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട്. പാക് അഫ്ഗാൻ അതിർത്തിയായ ഡ്യൂറൻ രേഖയ്ക്ക് വടക്കും തെക്കുമായി വസിക്കുന്ന ഇവരുടെ ആവാസ മേഖലയാണ് 19ാം നൂറ്റാണ്ട് വരെ അഫ്ഗാനിസ്ഥാൻ എന്നറിയപ്പെടുന്നത്. പഷ്തു ആണ് ഇവരുടെ ഭാഷ. ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ ജനസംഖ്യയുടെ 40 മുതൽ 50% വരെ പഷ്തൂണുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നതും. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും പഷ്തൂണുകൾ പഠാണികൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും അതത് സ്വാധീന മേഖലകൾ നയതന്ത്ര ബന്ധങ്ങളും വ്യാപാരവും ഒക്കെ മെച്ചപ്പെടുത്തുന്നുണ്ട് ഇവിടെ. അഫ്ഗാനിസ്ഥാന്റെ വിദേശ കാര്യങ്ങളും നയതന്ത്ര ബന്ധങ്ങളും നിയന്ത്രിച്ചിരുന്നെങ്കിലും ബ്രിട്ടൻ അഫ്ഗാനിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി കണക്കാക്കുകയും ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ വടക്കു കിഴക്കൻ തെക്ക് പ്രവിശ്യകളിൽ നിന്ന് ബലൂചിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ, വടക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഗിൽജിത്, ബാൾട്ടിസ്ഥാൻ എന്നീ മത്സര പ്രദേശങ്ങൾ എന്നിവ വേർതിരിച്ചുകൊണ്ടാണ് ഡ്യൂറൻ ലൈൻ കടന്നു പോകുന്നത്. ജിയോ പൊളിറ്റിക്കൽ, ജിയോ സ്ട്രാറ്റജിക്കൽ വീക്ഷണകോണിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും അപകടകരമായ അതിർത്തികളിൽ ഒന്നായി ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിനൊരു വംശീയ സ്വഭാവം കൈവരുന്നത് ഈ പഷ്തൂണുകളുടെ ജിയോഗ്രഫിക്കൽ ഡിവിഷൻ നടന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനികളായിട്ടുള്ള പഷ്തൂണുകൾ പാകിസ്ഥാനിൽ ആയിപ്പോയി എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ മേഖലയിൽ പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന, അതും അഫ്ഗാൻ സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ, ഭീകരവാദ സംഘടനകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു നേരെയാണ് സത്യത്തിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് എന്നും പറയപ്പെടുന്നു. ഇവിടെ ഒരു പ്രശ്നം, ഈ ഡ്യൂറൻ ലൈൻ അതിർത്തിയെ അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. പാകിസ്ഥാനിലാണ് ആക്രമണം നടത്തിയത് എന്ന് അവർ പറയുന്നുമില്ല. ഇവർ തിരിച്ചാക്രമിക്കുന്നത് ഡ്യൂറൻ ലൈനിലെ പോസ്റ്റുകളിലേക്കാണ്. 1919 ഒരു ഉടമ്പടി വന്നിരുന്നു. ആ ആംഗ്ലോ അഫ്ഗാൻ ഉടമ്പടി പ്രകാരം ഈ രേഖയിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി. ഈ ഉടമ്പടി 100 വർഷത്തേക്കായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ 99ാം വർഷം അത് പുതുക്കിയില്ല. അതായത് അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ഡ്യൂറൻ ലൈനെ അംഗീകരിക്കുന്നില്ല എന്നു തന്നെ. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഡ്യൂറൻ ലൈന് അപ്പുറത്തുള്ള പഷ്തൂണുകളുടെ മേഖല അവരുടേതാണ് എന്നാണ്. ഈ മേഖലകളിലാണ് സത്യത്തിൽ ഡിസംബർ 31 മുതൽ തിരിച്ചടി ഉണ്ടാകുന്നത്. ഡിസംബർ 31 രാത്രിയാണ് തെഹ്രീക് ഇ താലിബാൻ പാക് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് എന്നാണ് വാർത്തകൾ വരുന്നത്.
സൗത്ത് വസീറിസ്ഥാൻ അടക്കമുള്ള പാക് പ്രദേശങ്ങളിൽ TTP ആക്രമണങ്ങൾ വൻതോതിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ പ്രത്യാക്രമണം. പാകിസ്ഥാനിൽ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ തീവ്രവാദി ഗ്രൂപ്പ് കൂടിയാണ് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന TTP. ഈ TTPയെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ് നിലവിലെ ഈ സംഘർഷങ്ങളുടെയൊക്കെ നിർണായകമായ പ്രധാനപ്പെട്ട കാരണം. TTP പ്രവർത്തകർക്ക് അഫ്ഗാൻ താലിബാൻ അഭയം നൽകിയെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. 2021 ഓഗസ്റ്റിൽ അധികാരം തിരിച്ചുപിടിച്ച അഫ്ഗാൻ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ അധികാരത്തിലെത്തുകയും മറ്റു രാജ്യങ്ങൾക്കൊക്കെ എതിരെ ആക്രമണത്തിന് ഒരു ഗ്രൂപ്പിനെ സഹായിക്കുന്ന ഒരു അഫ്ഗാൻ സർക്കാരിനെയും ഒക്കെ നമ്മൾ കണ്ടുവന്നു. എന്തായാലും മറ്റൊരു ഗ്രൂപ്പിനെയും, അതായത് അഫ്ഗാനികളല്ലാത്ത മറ്റൊരു ഗ്രൂപ്പിനെയും ഇവിടെ നിലനിർത്തില്ലെന്ന് അവർ തറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ഡ്യൂറൻ ലൈനിലെ 2 പോസ്റ്റുകളുടെ നിയന്ത്രണം ഇപ്പോഴുണ്ടായ ആക്രമണത്തിലൂടെ താലിബാൻ കയ്യിലടക്കി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ പ്രവിശ്യ മേഖലകളിൽ ഭീകര സംഘടനകളുടെ പരിശീലനം ഉണ്ടെന്ന് ആരോപിച്ച് നടന്ന ആക്രമണം, വർഷങ്ങളായി ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തുടരുന്ന അതിർത്തി തർക്കം, പാകിസ്ഥാനിലെ സുരക്ഷാ സേനയെ ലക്ഷ്യമിടുന്ന തീവ്രവാദി സംഘടനയായ തെഹ്രീക്ക് ഇ താലിബാൻ അഥവാ TTP അഫ്ഗാനിസ്ഥാൻ താലിബാനിൽ അഭയം പ്രാപിച്ചതായി പാകിസ്ഥാന്റെ ആരോപണം, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴുണ്ടായ അഫ്ഗാൻ പാകിസ്ഥാൻ ആക്രമണത്തിന് അടിസ്ഥാനപരമായ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് അതിന്റെ മൂല കാരണമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി അന്തർ ഇസ്ലാമിക സുന്നി സംഘർഷം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻ ഒരു സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമാണ്. അഫ്ഗാനിസ്ഥാനും അങ്ങനെയാണ്. പ്രാദേശികമായ നിയന്ത്രണത്തെ ചൊല്ലി സുന്നി വിഭാഗങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും ഇതിന് കാരണമായി തന്നെ വരുന്നുണ്ട്. ഇവിടെ ഇന്ത്യക്ക് എന്താണ് പ്രസക്തി എന്നല്ലേ? ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ മണ്ണ് അസ്ഥിരമാകുന്നത് ഇന്ത്യ സത്യത്തിൽ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ ഭരണകൂടത്തോട് ആശയപരമായ പല വിയോജിപ്പുകളും ഇന്ത്യക്കുണ്ട്. അതുമാത്രമല്ല, ഇറാനിലെ ചബഹാർ എന്ന തുറമുഖം വികസിപ്പിക്കാനായി $500 മില്യൺ സഹായമാണ് ഇന്ത്യ കൊടുത്തതും. മാത്രമല്ല, ഇന്ത്യയുടെ ഒരു കരാറുണ്ട്. ചബഹാർ 2 തുറമുഖങ്ങളുടെ കോമ്പിനേഷനാണ്. അതിൽ ഒരു തുറമുഖം പൂർണ്ണമായും വികസിപ്പിച്ചതും ഇന്ത്യയാണ്. അങ്ങനെയെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ചരക്കു നീക്കം, അതായത് ഗോതമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കണമെങ്കിൽ ചബഹാർ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കുകയും അതുവഴി മധ്യേഷ്യയിലേക്കും അതുപോലെ റഷ്യയിലേക്കുമുള്ള പാതയാണ് ചബഹാർ റൂട്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഒരു തന്ത്രപ്രധാനമായ പങ്കാളിയായി ഭാരതത്തെ കാണാനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങുകയാണ്. ഭാരതത്തിന്റെ പിന്തുണ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഭാരതത്തിന്റെ താല്പര്യങ്ങൾ അവർ മാനിക്കുന്നുണ്ട്. പാകിസ്ഥാൻ എല്ലാ ശ്രദ്ധയും പടിഞ്ഞാറൻ മേഖലയിലേക്ക്, അതായത് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂച്ച് മേഖലയിലേക്കും അഫ്ഗാനിസ്ഥാനിലുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ പഖ്തൂൺഖ്വയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. പാകിസ്ഥാൻ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. ഭരണ പ്രതിസന്ധിയുണ്ട്, ആഭ്യന്തര പ്രതിസന്ധി, ഇതെല്ലാം കൊണ്ട് ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് പ്രയോജനകരമാകുന്ന ഡെവലപ്മെന്റ്സ് ആണെന്ന് പറയാതെ വയ്യ. ഇനിയൊരു മേജർ യുദ്ധം സംഭവിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം.